ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് സാധനങ്ങളും മതി. അതായത് ഒരു 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഡെലീഷ്യസ് ആണ്. കുട്ടികളൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണിത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മീലാണിത്. മുതിർന്നവർക്കും കുട്ടികൾക്കും കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പച്ചരി ഉപയോഗിച്ചാൽ മതിയാകും. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ അരിയാണ്. പിന്നെ കുറച്ച് പ്രത്യേക ടേസ്റ്റുമാണ് ഇതിലുണ്ടാക്കിയാൽ. ഇതെൻ്റെ കയ്യിലുണ്ടായത് കൊണ്ടാണ് ഞാനിതെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകുക. നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് പോലെ കഴുകിയെടുത്താൽ മതിയാവും. കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ വേണം, നല്ല കട്ടിപ്പാൽ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഞാനിത് പ്രോസസ്സിലൂടെ പറഞ്ഞുതരാം. നമുക്ക് ഒരു കട്ടിയുള്ള പാത്രം വേണം. അത് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. പിന്നെ 1 കപ്പ് പശുവിൻ പാലും കൂടി വേണം. അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ 1 കപ്പ് പശുവിൻ പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളവും 1 കപ്പ് പശുവിൻ പാലുമാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ചിട്ട് ഇത് ചൂടാവാനായിട്ട് അനുവദിക്കുക. ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം. നമ്മൾ ചോറ് വയ്ക്കുന്ന പോലെ തന്നെയാണ്. വെള്ളം ചൂടാവുമ്പോഴാണല്ലോ നമ്മൾ അരി ചേർക്കുന്നത്. അതുപോലെ നേരിയ ചൂട് ആവുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും വെള്ളവും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കഴുകി എടുത്ത അരി ഇതിലേക്ക് ചേർക്കുവാണ്. അരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചോറ് വയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. പക്ഷേ അരി ഒന്നുകൂടി വേകാനുണ്ട്. ഏകദേശം 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അരി ഒന്നുകൂടി വേകാനുണ്ട്. നല്ല സോഫ്റ്റ് ആവണം, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല യമ്മി ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അര കപ്പ് വെള്ളം കൂടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് വെള്ളം നേരത്തെ നമ്മൾ ചേർത്ത്, പിന്നെ 1 കപ്പ് പാല്, പശുവിൻ പാലാണ് കേട്ടോ. പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത്. അപ്പോൾ 1.5 കപ്പ് വെള്ളവും 1 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പച്ചരി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യണത്. ഇത് ആദ്യമേ തന്നെ തിളച്ച് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമുക്കിത് കവർ ചെയ്ത് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ 20 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതുപോലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റുമാണ്. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചോറ് വെന്ത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാനിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ചോറിനൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കണമല്ലോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. അതാണ് ഏറ്റവും ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുക്കണം. 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു ബൗളിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 3/4 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ 1/2 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പശുവിൻ പാലും 1.5 കപ്പ് വെള്ളവും. ഇതാണ് കറക്റ്റായിട്ടുള്ള റേഷ്യോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ചേർത്താൽ നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ജീരകപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ജീരകപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ജീരകം ചേർത്തില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്, വളരെ നല്ല രുചിയാണ്. കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. നമ്മളിത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അപ്പം നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മീലാണ് കേട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ പശുവിൻ പാലിൽ അരി വേവിക്കുന്നത് കൊണ്ട് നല്ല നീണ്ട മണമാണ് ഇതിനകത്ത് വരണത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, തിളച്ച് തുടങ്ങി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള പാൽ ചോറ് റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു മീലാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹണി വളരെ നല്ലതാണ് കുട്ടികൾക്ക്, മുതിർന്നവർക്കും നല്ലതാണ്. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.